എന്റെ അച്ചാച്ച ഇത് ഭയങ്കര കഷ്ടമായി പോയട്ടെ. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതായിട്ട് ഇരിക്കരുത് ഒരു മനുഷ്യൻ. ഒരു പറ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഒന്നും അറിയാതെ തീർക്കും. അവനവന്റെ വിലപിടിപ്പുള്ള സാധനം സൂക്ഷിച്ചു വെക്കാൻ ഇവൻ അറിയില്ലേ മേനകെട്ടവൻ. എങ്ങനെയാ ഇരിക്കണത്? എത്ര ATM-ന്റെ കൂട്ട് പുതിയത് എങ്ങനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അത് പഴയ പേഴ്സിലുള്ള പേപ്പറല്ല പുതിയ പേഴ്സിലോട്ട് മാറ്റിയപ്പോഴാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എന്നാലും അതെടുത്തത് ആദ്യം വെക്കേണ്ടായിരുന്നു അച്ചാച്ചാ. ഞാൻ അന്നേരത്തെ ജോലി കിട്ടിയ സന്തോഷത്തിൽ ജോലി കിട്ടിയതാ. എടി ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല. ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഇവനോട് ചോദിച്ചതായിട്ട് റൊണാൾഡോ ഇതിനകത്ത് ആവശ്യമുള്ളതുണ്ടോ, ഞാൻ കളഞ്ഞ പിന്നെ കിട്ടൂല കേട്ടോന്ന്. ഈ പറമ്പിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പട്ടിയും പൂച്ചയും കോഴിയും ഇതൊക്കെ നടക്കണത് കത്തിക്കാഞ്ഞത് എന്റെ ഭാഗ്യം. സത്യം. ഇത് കൈയിട്ടൊക്കെ നോക്കാനും ഒരു ഈ ജോലി കിട്ടാൻ ഞാനിനി പുറത്തോട്ട് ഇറങ്ങി ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ആലോചിക്കുമ്പോഴാ. നല്ല കാര്യം. ആൾക്കാരുടെ മുഖത്ത് നോക്കാതിരിക്കണേ നമ്മൾ രണ്ടുപേരും മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ ജോലി കിട്ടുന്ന കാര്യം. അത് പിന്നെ ഞാൻ റോസ്മേരിയെ വിളിച്ചു പറഞ്ഞു. പിന്നെ വർക്ക്ഷോപ്പിലെ ചീമ്പൻ ഉണ്ണിയെ വിളിച്ചു പറഞ്ഞു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ വർക്ക്ഷോപ്പിൽ വരത്തില്ലെന്ന്. അയ്യോ, ജോലി കിട്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞല്ലേ? അപ്പൊ അനുഭവിച്ചു. പൊക്കണമില്ല, അഹങ്കാരത്തിനൊരു കുറവുമില്ല. അത് ക്ലീറ്റ വെച്ചപ്പോ അത്രയ്ക്ക് ഉറപ്പോ ശുപാർശ പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പറയൂ ശുപാർശ പറഞ്ഞ അതിനൊക്കെ സൂക്ഷിച്ചോണ്ട്. ക്ലീറ്റോനാണെങ്കിൽ അതിലും വലിയ ചാടാ. ക്ലീറ്റോനോട് ഞാൻ പറഞ്ഞു പിന്നെ ഇഷ്ടം പോലെ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കണേലേടി, ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അതും കേൾക്കണില്ല. പെട്ടെന്നൊന്നും അങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണേന് എന്തെന്നാ ഇപ്പൊ ഏതെങ്കിലും പ്രസി കൊടുത്താൽ കൂടെ അടുപ്പിച്ചാ പോരെ? പ്രസി കൊടുത്ത് അടുപ്പിക്കണമെങ്കിൽ അതിന്റെ കോപ്പി പോലും വേണ്ടേ കയ്യില്? ഇത് എവിടുന്ന് വന്നേക്കണം? പോടുന്നു ചേച്ചി. ശരിക്കും ചേച്ചി ഇവിടെ തന്നെയാണോ കൊണ്ടിട്ടത്? ഇവിടെയൊന്നും അല്ല. ഞാൻ എന്താ ഇതെന്നറിയോ, അടിച്ചു വാരി കളഞ്ഞിട്ട് സാധാരണ ഇവിടുന്ന് കൂടെ എറിയല്ലേ പതിവ്. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ? അവിടെയോ ഇല്ല. അച്ചാച്ചനാ ഇരുന്നെടുത്തൊക്കെ നല്ല പോലെ നോക്കിയാ? ഞാൻ അവിടെയും കട്ടിലിൽ അവിടെയും ഉടുപ്പിനകത്തും പാനിനകത്തും എല്ലാം നോക്കിയത് പഴയ പേഴ്സ് ബാഗിൽ നോക്കി, അടുക്കളയിൽ നോക്കി. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പേഴ്സിൽ നിന്ന് മറ്റേ പേഴ്സിലോട്ട് എടുത്ത് വെക്കാൻ നേരത്ത് ലൈസൻസ് ഉണ്ടായിരുന്ന? ലൈസൻസ് ഞാൻ കണ്ടതാ. ലൈസൻസും പഴയ ATM-ഉം എല്ലാം ഉണ്ടായിരുന്നു. എന്നാ ഞാനൊരു കാര്യം പറയാം. ഇല്ല, അതിവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഇത്രയും നോക്കിയിട്ട് കാണാത്ത സാധനത്തിന് പിന്നെ ഇപ്പൊ ഇവിടെ പോയി തപ്പാനാ? ഇതിപ്പോ ലൈസൻസ് കളഞ്ഞുകൊണ്ടാ ജോലി കിട്ടാത്തെന്ന് റോസ്മേരി അവളെല്ലാം കൊല്ലും തങ്ങച്ചേട്ടത്തി. അറിയാനെന്താ, ഞാൻ പറയുകയും ചെയ്യും റോസ്മേരിനോട്. ഇങ്ങനെ അഹങ്കാരം പിടിച്ചതിനെ പറ്റൂലല്ലോ. അതെ, ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത. ഞാനേ ഇതെവിടെ പോണ്? ഞാൻ ആ ചായപ്പിന്റെ അപ്പുറത്തും കൂടി ഒന്ന് തപ്പട്ടെ. ക്ലീറ്റോന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. അതൊക്കെ രക്ഷപ്പെടുവാണേ. അല്ല, ഞാൻ വരാം. ഞാനും വരുന്നു. നീ ഇവിടെ എന്നെ കൈയടിയല്ലേ? ഇനി എവിടെ നോക്കാനാണ് ചേച്ചാ? കുടുംബത്തിന്റെ ഒന്ന് കുനിഞ്ഞതൊക്കെ എടുത്തൊന്ന് മാറ്റി നോക്കിക്കേ. ഞാൻ ഇവിടെ വന്ന് എല്ലാം കമ്പൗണ്ട് തേവി നോക്കിയത് നോക്കിയതാണോ? പിന്നെ എന്തിനാ പിന്നെ വീണ്ടും വന്ന് നോക്കിയത്? ആത്താങ്കര മാതാവേ ലൈസൻസ് കിട്ടുവാതെ ഞാനൊരു 101 പറയല്ലേ, 101 വഴി കത്തിച്ചോളാം. വേണ്ട, ഇത്ര കൊടുക്കാൻ പറ്റുമോ? ലില്ലിപ്പണ്ട് പൈസ തന്നാ മതി. പിന്നെ ഇതുകൊണ്ട് എന്തെല്ലാം അസംശയങ്ങൾ കണ്ടത്. സത്യം.